യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി. സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ചേച്ചി, എന്താ കാര്യം? എന്താ പറ്റിയ കുഞ്ഞിന്? കുഞ്ഞിന് AB നെഗറ്റീവ് ബ്ലഡ് വേണം. വളരെ അത്യാവശ്യമാണ്. എവിടെയും കിട്ടുന്നില്ല. പലയിടത്തും വിളിച്ചു. മോള് വേഗം ചെല്ല്. ബ്ലഡ് ബാങ്കില് സ്റ്റാഫ് കാത്തു നിൽക്കുക. പെട്ടെന്ന് കൊടുക്കണം. ചേച്ചി വാ, ബ്ലഡ് ബാങ്കിൽ പോവാം. അവിടെയാ. വാ. കുഞ്ഞിനെങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ല. പൂജ ബ്ലഡ് കൊടുക്കാനായിട്ട് പോയി. ഹലോ ആന്റി. പൂജ ഞങ്ങളുടെ വാക്കിനോ വില തന്നില്ല. അത് പോട്ടെ, ഞങ്ങളെ അവൾ അത്രയ്ക്ക് കണ്ടിട്ടുള്ളൂ. പക്ഷെ നിന്റെ വാക്കിനെ അവളിങ്ങനെ ചവിട്ടി തേച്ച് കളഞ്ഞല്ലോ. എന്താ ആന്റി, കാര്യം പറ. ഇനി ചത്താലും ശരി, സ്നേഹസദനമായിട്ട് ഒരു ബന്ധവും വേണ്ടെന്ന് നീ പറഞ്ഞതല്ലേ? ആ അതെ. ആദ്യം പാല് കൊടുക്കാൻ വേണ്ടി പൂജ അവിടേക്ക് പോയപ്പോ തന്നെ എല്ലാവരും പറഞ്ഞു വിലക്കിയതാ. ഇനി അങ്ങോട്ടില്ലെന്ന് അവളെ സമ്മതിച്ചാണേ. ആന്റി, കാര്യം എന്താന്ന് വെച്ചാ പറ. സ്നേഹസദനത്തിലെ ഒരു ആവശ്യത്തിന് വേണ്ടി പൂജ പോയേക്കുന്നു. ആശുപത്രിയിൽ പോയി ബ്ലഡ് കൊടുത്തു. ഞങ്ങൾ എല്ലാവരും പറഞ്ഞ, പക്ഷെ അവള് കേട്ടില്ല. ഞാൻ അങ്ങോട്ട് വരാം. ഇതങ്ങനെ അങ്ങ് വിട്ടാ പറ്റില്ലല്ലോ. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല AB നെഗറ്റീവ് ബ്ലഡ് ഇന്ന് തന്നെ കിട്ടുമെന്ന്. ഞാൻ വല്ലാത്ത ടെൻഷനിലായിരുന്നു. പക്ഷേ ഒരു അത്ഭുതം പോലെ നിങ്ങൾ ഇവിടെ എത്തി. അതുകൊണ്ട് മാത്രം കുഞ്ഞിനെ നമുക്ക് തിരിച്ചു കിട്ടിയത്. എന്റെ ഈശ്വര. ഡോക്ടർ, പൂജ കുഞ്ഞിന് 1-2 പ്രാവശ്യം മുലപ്പാൽ നൽകിയിട്ടുണ്ട്. ആണോ? അപ്പോ മുലപ്പാലും രക്തവും കൊടുത്തു. അമ്മ തന്നെയാ. ഡോക്ടർ, കുഞ്ഞിന് വേണ്ട എന്ത് കാര്യമുണ്ടെങ്കിലും എന്നെ അറിയിക്കണം. പുറത്തുനിന്ന് മരുന്ന് എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ അതിപ്പോ എത്ര വില കൂടിയതാണെങ്കിലും അത് വാങ്ങാനുള്ള ഏർപ്പാട് ചെയ്യാം. ഇല്ല പൂജ, അതിന്റെ ഒന്നും ആവശ്യമില്ല. കുഞ്ഞിപ്പോ നല്ല ഹെൽത്ത് കണ്ടീഷനില്ല. ഒന്നും പേടിക്കണ്ട. എന്തായാലും പൂജയെ പോലൊരു അമ്മയെ കിട്ടിയത് കുഞ്ഞിന്റെ ഭാഗ്യം. ഞാനെന്നാ പൊയ്ക്കോട്ടെ ഡോക്ടർ. ആ ആയിക്കോട്ടെ. മല്ലികേച്ചി. ശരി മോളെ. പൂജ മുന്നിന്ന് മാറ്. ആശുപത്രിയാണെന്നൊന്നും ഞാൻ നോക്കില്ല. മല്ലികേച്ചി, വസന്തരങ്ങൾ മാറാൻ പറ. അജുവേട്ടന് കൊടുത്ത വാക്ക് പോലും നോക്കാതെ ഞാൻ ഇവിടെ വന്നത് എന്റെ കുഞ്ഞിന് വേണ്ടിയാ. അത് കഴിഞ്ഞു. ഞാനൊന്നും പറഞ്ഞോട്ടെ. ഈ കുഞ്ഞ് നിന്റെ മോളാണെന്ന് പറഞ്ഞു. നിന്റെ മോളെ പൊന്നു പോലെ നോക്കുന്ന. ഒരു കുറവും വരുത്തുന്നില്ല. നീ വേണേ മല്ലിക ചേച്ചിയോട് ചോദിച്ചു നോക്ക്. ഇപ്പൊ തന്നെ ഈ രാത്രി ഞാനാ മുൻകൈ എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന്. ബ്ലഡിന് വേണ്ടി പലരും വിളിച്ചു. എനിക്കറിയായിരുന്നു നിന്റെ ഗ്രൂപ്പ് AB നെഗറ്റീവ് ആണെന്ന്. അതുകൊണ്ട് ഞാൻ വസ്ത്രങ്ങളെ വിളിച്ചത്. നിനക്കെന്നോട് ദേഷ്യമാണെന്നറിയാം.
എന്നാലും ചോദിക്കുക. ഇനിയും കുഞ്ഞിന് എന്തെങ്കിലും അസുഖം വന്നിരിക്കട്ടെ, മല്ലിയേച്ചിയും ആരും സ്നേഹസദനത്തിൽ ഇല്ലാന്ന് തന്നെ ഇരിക്കട്ടെ. ആ സാഹചര്യത്തിൽ എനിക്കിതിനെ വിളിക്കാൻ പറ്റുമോ? അതോ എനിക്കിതിനെ വിളിക്കാൻ പാടില്ലേ? എന്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ എന്തും സഹിക്കും. അർജുൻ, എടുത്തിയാട്ടം ഒന്നും വേണ്ട മോനെ. അച്ഛമ്മ എനിക്കറിയാം. അതെ, അമ്മ അവന്റെ ഭാര്യയാണ് പൂജ. ചോദിക്കാനോ പറയാനോ ആരും ഇല്ലാത്ത പോലെ അവൾ ഇങ്ങനെ എടുത്തയാട്ടം നടത്തിയ എന്തായാലും അവന് തന്നെ ഉണ്ടാവും. പോകണ്ടെന്ന് പൂജയോട് വ്യക്തമായിട്ട് പറഞ്ഞാണല്ലോ അല്ലേ? വ്യക്തമായി പറഞ്ഞതാണോന്നോ? പറഞ്ഞു മാത്രല്ല തടയുകയും ചെയ്തു. എന്നിട്ടോ അവൾ എന്നെ പിടിച്ചൊരു തള്ളു. ഞാൻ ദേ ആ ഭിത്തിയെ പോയി തല ഇടിച്ച് വീണു. ദേ ഇവിടെ തൊട്ട് നോക്ക്, മുളച്ചിരിക്കും. അതേ നോക്ക്. അർജുനോട് പറയുന്നു പറഞ്ഞപ്പോ പോയി പറയാന്നും പറഞ്ഞിട്ട് ഒറ്റ പോക്ക്. എന്തിനാ മോളെ ഇങ്ങനെ കള്ളം പറയുന്നേ? കള്ളം പറഞ്ഞോ? ആര് കള്ളം പറഞ്ഞു? എനിക്കറിയാം, കനകച്ചി അവള് കാശ് കൊടുത്ത് വശത്താക്കി വെച്ചിരിക്കുക. പൂജ വന്നു. അർജുൻ, ഞാൻ വീണ്ടും അപേക്ഷിക്കുക, വലിയ ബഹളത്തിലേക്കൊന്നും പോകരുത്. പൂജ, ഓഫീസിൽ നിന്ന് എന്തിനാ ഞാൻ ഓടി വന്നെന്നുള്ള കാര്യം മനസ്സിലായി കാണുമല്ലോ. അന്ന് സ്നേഹസാനത്തിൽ പോയപ്പോൾ താൻ എനിക്കൊരു വാക്ക് തന്നു, ഇനി ഈ കാര്യം ആവർത്തിക്കില്ലെന്ന്. മാതൃത്വവും മുലപ്പാലിന്റെയും ഒക്കെ കാര്യം പറഞ്ഞപ്പോൾ ഞാനും അത് അംഗീകരിച്ചു. പക്ഷെ ഇന്നിപ്പോ താൻ ചെയ്തത് ക്ഷമിക്കാൻ പറ്റില്ല. രക്തം കൊടുക്കാനാണ്, ജീവൻ രക്ഷിക്കാനാണ്, അതൊക്കെ പിന്നീടുള്ള കാര്യം. ആരുടെയും അനുവാദമില്ലാതെ എന്തിനു താൻ വീണ്ടും പോയി? അതും ആശുപത്രിയിൽ ആ പ്രിയുണ്ട്, നമ്മുടെ ഒന്നാം ശത്രു. ബ്ലഡ് കൊടുക്കലൊക്കെ ആവുമ്പോ ഉറപ്പായിട്ട് അവളുമായിട്ട് സംസാരിച്ചു കാണുമല്ലോ. അവളോട് സംസാരിച്ചോ? ബ്ലഡ് കൊടുക്കുന്നതിനെ പറ്റിയുള്ള ചില കാര്യങ്ങൾ. അവസാനത്തെ കേസ് എന്നും പറഞ്ഞൊരു കേസ് ഏറ്റെടുത്തിട്ട് അതിന്റെ ഭ്രാന്ത് കയറി നിൽക്കുമ്പോഴാ ഓരോരോ തലവേദനകൾ വരുന്നത്. ഈ കുടുംബത്തെ, അതായത് എന്റെ കുടുംബത്തെ ആകെ താൻ അവഹേളിച്ചിരിക്കുക. ഒരു കാര്യം ചെയ്യേ, ആ പ്രിയ ഇങ്ങോട്ട് വിളിക്കേ, എന്നിട്ട് ഇവിടെ ഒന്ന് താമസിച്ചോളാം പറ. 3 നേരം ആഹാരം കഴിച്ച് സുഖമായിട്ട് അവളിവിടെ കിടക്കട്ടെ. ഞാൻ ചെയ്ത തെറ്റിന് എന്നെ ശിക്ഷിച്ചോളൂ. തന്നെയല്ല എന്നെ ശിക്ഷിക്കേണ്ടത്. ഇത്രയും നാണക്കേട് സഹിച്ച് ഇവിടെ എനിക്ക് കഴിയേണ്ട യാതൊരു കാര്യമില്ല. ഞാൻ എങ്ങോട്ടേലും ഇറങ്ങി പോകാൻ പോവാ. മോനെ അർജുൻ, മതി, പോട്ടെ. ദേ മോള് കരയുന്നു. കരയാനാണോ ഇവൾക്ക് പാട്? കണ്ണിലൊക്കെ റെഡി മണിയാ. കരയാനെന്തോ സ്വിച്ച് ഉണ്ടെന്നാ തോന്നുന്നേ. മധുമോളെ, കുറച്ച് ദയ കാണിക്കേ. കനകേച്ചി ഇതിൽ ഇടപെടണ്ട. ആ സ്വാതി, എന്താ കോടതിയിൽ വരാത്തെ? സർ, എന്നെ കുറെ ആൾക്കാർ ചേർന്ന് പൂട്ടിയിട്ടിരിക്കുക. എതിർ കക്ഷികളുടെ ഗുണ്ടകളാ സർ. പ്ലീസ് എന്നെ രക്ഷിക്കണം. കൂട്ടിയിട്ടിരിക്കുന്നു? എവിടെ? സർ, ഇതെവിടെയാണെന്ന് എനിക്കറിയില്ല സർ. ആ ദേ, താൻ പേടിക്കണ്ട, ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. എനിക്ക് ആ ലൊക്കേഷൻ ഒന്ന് അയച്ചതാ. ആ അജോട്ടാ, എന്താ കാര്യം? എങ്ങോട്ട് പോവാ? ഞാൻ എനിക്ക് തോന്നിയിടത്തേക്ക് പോകും. തനിക്ക് തന്റെ രീതിയിൽ പോകാമെങ്കിൽ ഞാൻ എന്റെ വഴിക്ക് പോകും.
ചേട്ടാ